തൊലിഞ്ഞ പാട്ട്. ഇവനൊക്കെ എങ്ങനെ, ഇത് ആരോടാ പ്രൊഡ്യൂസ് ചെയ്യണത് ഇതിനൊക്കെ? ഞാനേ പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് കുറച്ച് മൊബൈലിലൊന്ന് നോക്കിയതാണ്, ഈ യൂട്യൂബിലൊക്കെ കുറച്ച് ആൽബംസ് ഒക്കെ വരാറുണ്ടല്ലോ. അതൊന്ന് കേട്ടൊന്ന് മനസ്സിന് ഇത്തിരി ശാന്തമാകാം. അങ്ങനെയാണ് ഇവിടെ വന്നിരുന്ന് കുറച്ച് കേൾക്കാമെന്ന് ചോദിച്ചത്. പക്ഷേ ഇവിടെയാണെങ്കിൽ പാട്ടുമില്ല. എന്ത് പറ്റി? അങ്ങനെയാണ് ഇപ്പം. നിങ്ങൾ ഇവിടെ പാട്ടൊന്നും ചെയ്യാറില്ലേ? ഇല്ല, പാട്ട് ചെയ്യുന്നുണ്ട്. പാട്ടാണല്ലോ നമ്മൾ ഫുള്ളി. നിങ്ങൾ പാട്ട് ചെയ്യൂ? പിന്നെ ഏത് പാട്ടാ ചെയ്തത്? നിങ്ങൾക്ക് നല്ലൊരു പാട്ട് കേട്ടാൽ പോരെ ഞാൻ ചെയ്തേ? ഇതുപോലത്തെ ആണോ? ഇതുപോലത്തെ അല്ല, നല്ലൊരു പാട്ട് കേട്ടാൽ പോരെ ചേട്ടന്? എന്നാ നോക്കാം, ഇതുപോലത്തെ ആണെങ്കിൽ. ചിലർ പറയാറുണ്ട്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ. അത് ആ ഒരു ചങ്കൂറ്റവും ആ ഒരു ബലവും നൽകുന്നത് അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ കിട്ടുന്ന പിൻബലം തന്നെയാണ്. അവരുടെ യാത്ര അത്ര നല്ല സുഖകരമൊന്നുമല്ല. 2 ചെറുപ്പക്കാർ, കാർത്തികും അരവിന്ദും, അവരുടെ വിജയരഹസ്യമാണ് നമ്മളോട് പറയാൻ പോകുന്നത്. തുടങ്ങിയിട്ട് അധികകാലമായില്ല, എന്നാലും അവരുടെ ഈ പ്രയത്നം കാണാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അരവിന്ദ്, ഹായ്. ഹായ്. DB അറ്റ്മോസ് ഒരു സംഭവമാണ്. അതെ അല്ലേ? ഉറപ്പായിട്ടും. ഈ അറ്റ്മോസ് കൊച്ചിയിലാണ് ഉള്ളത് അല്ലേ? കേരളത്തിൽ കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, പക്ഷെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ രൂപത്തിലേക്ക് വരാനായിട്ട് പാടായിരിക്കും. എല്ലാവരും ഇപ്പോൾ അത് തനതായിട്ടുള്ള ഈ 7.1 ആണ്, 7.1.4. ശരിക്കും ആദ്യമൊക്കെ ഈ DTS വരുന്ന സമയത്ത് 90-കൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ മമ്മിയായിരുന്നു കേട്ടോ. മമ്മിയായിരുന്നു. അപ്പോൾ അത് നല്ല സിനിമയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഉള്ള ഒരു ശബ്ദം അതുവരെ കേട്ടതല്ല, ഭയങ്കര വ്യത്യാസമായിരുന്നു. പക്ഷേ പിന്നെ കാലം മാറി ഇപ്പോൾ നമ്മൾ അറ്റ്മോസിൽ എത്തി. ഏറ്റവും ഒരു അപ്ഡേറ്റഡ് ഫീച്ചറിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയും ചിലപ്പോൾ എക്സ്പാൻഡ് ആവും. അരവിന്ദ് എങ്ങനെയാണ് ഈ ശബ്ദത്തിൻ്റെ മേഖലയിലേക്ക് തിരിഞ്ഞത്? ശബ്ദത്തിൻ്റെ മേഖലയിൽ ആക്ച്വലി തിരിഞ്ഞത്, ഞാൻ ആക്ച്വലി നല്ല രീതിയിൽ പാട്ട് കേൾക്കും പണ്ട് മുതലേ. ഭയങ്കര ഒരു മ്യൂസിക്, പാട്ട് പാടൂല ആ സമയം, പക്ഷേ ഭയങ്കര ഒരു മ്യൂസിക് എന്തൂസിയാസ്റ്റ് ആയിരുന്നു. അപ്പം ഒരു 6ാം ക്ലാസ് കഴിഞ്ഞോ അല്ലേ ഭയങ്കരമായിട്ട് എൻ്റെ കൂടെയുള്ള ഇപ്പം മാനേജറായിട്ട് നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടാണ് കാർത്തിക്. അപ്പം അവൻ്റെ ചേട്ടൻ ആ സമയത്ത് DJ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ട്രിവാൻഡ്രം, ഹരി നായർ എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളി ഒരു DJ ആയതുകൊണ്ട് പുള്ളിയുടെ സിസ്റ്റത്തിൽ കുറേ പാട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പം ഞങ്ങൾ ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്ന് ഈ പാട്ടെല്ലാം കേൾക്കും. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് സോങ്സ്, കൊറിയൻ, മെക്സിക്കൻ, നമ്മൾ കുറേ കൺട്രി സോങ്സ് ഒക്കെ കേട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ അപ്പോഴാണ് ആക്ച്വലി ഓർത്തത് തന്നെ, കുറേ കാലം കഴിഞ്ഞ് അങ്ങനെ കേട്ട് വന്നപ്പോൾ എനിക്ക് പാട്ടില്ലാതെ ഒരു ലൈഫ് ഇല്ലാന്നായിപ്പോയി. കാരണം എപ്പോഴും ഞാൻ പാട്ട് കേട്ടു. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ എപ്പോഴും പറയും, ഇത്രയും നേരം ഇയർഫോൺ, കാരണം 24 മണിക്കൂറാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു 10-15 മണിക്കൂറും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പോയത് പോലും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ എനിക്ക് പറ്റിയ കോളേജ് ഏതാണ്, കുറച്ച് എഞ്ചിനീയറിംഗ് സൈഡ് പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഇങ്ങനെ നോക്കി, ജസ്റ്റ് ഗൂഗിളിലൊക്കെ കയറി നോക്കി. അങ്ങനെയാണ് ഒരു കോളേജ്, ഞാൻ സെൻറ്റ് ജോസഫ് മീഡിയ വില്ലേജ് എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയിൽ കോളേജ് കണ്ട് അങ്ങനെ ഞാൻ തന്നെ അപ്ലൈ ചെയ്ത്. ആക്ച്വലി ആ സമയത്ത് ഞാൻ ട്രെയിൻ പോലും കയറിയിട്ടില്ല, അതായത് +2-ന് മുന്നേ ട്രെയിൻ പോലും കയറിയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ അന്ന് രാവിലെ 5 മണിയായപ്പോൾ വീട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇതേപോലെ എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോയി, ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, ഇതേപോലെ എനിക്കൊരു കോളേജിൽ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അവർ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് വിട്ടത്. ഇവൻ ട്രെയിൻ പോലും കയറിയിട്ടില്ല, എന്ത് ചെയ്യുമെന്നൊക്കെ. കുഴപ്പമില്ല, പോയിട്ട് തിരിച്ചു വരുമെന്ന്. അങ്ങനെ രാവിലെ ആദ്യം അച്ഛൻ തന്നെ പിന്നെ കൊണ്ടുവിട്ടു, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട്, എന്തായാലും പോയിട്ട് വരാന്നുള്ള രീതിയിൽ കൊണ്ടുവിട്ടു. പക്ഷെ ആ ട്രെയിൻ കയറിയത് വെറുതെ ആയില്ലല്ലേ? ഇല്ല, ഉറപ്പായിട്ടും. എനിക്ക് അവിടെ ചെന്നിട്ടും സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം അവിടെ ചെന്നപ്പം എല്ലാവരും അച്ഛനും അമ്മയും ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നു, ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നു. അപ്പം അവര് കോളേജിൽ പറഞ്ഞു, ഇല്ല പറ്റത്തില്ല, എന്നെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഫാമിലി വരണം. ഞാൻ ഇത്രയും വണ്ടി കയറി കോട്ടയത്ത് പോയി ഇത് ചെയ്തിട്ട് ഫാമിലി വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് അറ്റൻഡ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അവസാനം പ്രശ്നം ഉണ്ടാക്കി അവിടെ. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തിൽ ഇത്രയും വണ്ടി കയറി വന്നിട്ട് ഇതിനു വേണ്ടി വന്നിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടൊക്കെ സംസാരിച്ചു. പ്രിൻസിപ്പാൾ നല്ലൊരാളാണ്. അപ്പോൾ അവരായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് അവർ പറഞ്ഞു, കുഴപ്പമില്ല, എന്തായാലും അറ്റൻഡ് ചെയ്ത് പോകും
ഞാൻ വർക്കൊക്കെ ചെയ്ത് അവർ ഇത് കേൾപ്പിച്ചു തരും, അതായത് ഈ സോഫ്റ്റ്വെയറിൽ ഇതെന്തുവാണ്. അപ്പം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു എല്ലാം, പറയാൻ പറ്റിയല്ല. അപ്പോൾ എന്നാലും ഒരു സാറിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യും, അതായത് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എത്രയോ പേര് പഠിച്ചിട്ട് ജോലി ഇല്ലാതൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ HOD ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവസാനം സാറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് വന്നത്, ജോലി ഉണ്ടെങ്കിൽ ഞാൻ കൂലി വേലയും ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറ് ഇങ്ങോട്ട് പറഞ്ഞു ശരി അരവിന്ദിന് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ നോക്കണേന്ന് പറഞ്ഞു. പിന്നെയാണ് ഇങ്ങനെ കോള് വന്ന് അരവിന്ദിന് കിട്ടി, അഡ്മിഷൻ കിട്ടി. കാരണം എനിക്ക് തോന്നുന്നു ഒറ്റ ബാച്ചിൽ 20 സ്റ്റുഡൻസിനെ എടുക്കുകയുള്ളൂ, അതിൽ അന്ന് തന്നെ 60 to 70 എന്തോ പേര് വന്നു. ഈ DB അറ്റ്മോസ് എങ്ങനെയാണ് നമുക്ക് പുതിയൊരു ഉദയം, DBയുടെ പുതിയ ഉദയം എങ്ങനെയാണ്? നമുക്കൊരു ചിന്ത വരുമല്ലോ, അതെ അതെങ്ങനെയാണ്? ചലഞ്ചാണ്, നല്ല ചലഞ്ചാണ്. പക്ഷെ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, അതായത് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരണമെന്ന്. കാരണം ഇവിടുത്തെ ട്രിവാൻഡ്രത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവർക്ക് പക്ഷെ എല്ലാവരും ചെന്നൈയിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ പോയാണ് ഇത് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇതിൻ്റെ ഫെസിലിറ്റി കറക്റ്റായിട്ട് ഇല്ല ഇവിടെ. അപ്പം അതുകൊണ്ട് മാത്രമാണ് മാക്സിമം ഞങ്ങൾ പുതിയ അപ്കമിങ് ആർട്ടിസ്റ്റുകൾ, മ്യൂസീഷ്യൻസ്, സൗണ്ട് എഞ്ചിനീയേഴ്സ് എല്ലാവർക്കും ഇത് പഠിക്കണം, സ്പേഷ്യലിലോട്ട് എല്ലാവരും വരണം. കാരണം ഇത്രയും വർഷമായിട്ട് 2012 മുതൽ അറ്റ്മോസ് വന്നു തുടങ്ങി. അപ്പം അതിനുശേഷം ഇപ്പോഴും ആൾക്കാർക്ക് അറ്റ്മോസ് എന്താണെന്ന് അറിയില്ല. അപ്പം ഒരു ബേസിക് അറ്റ്മോസ് എന്താണ് എഞ്ചിനീയേഴ്സിന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് പഠിക്കാൻ നേരെ പറ്റിയിട്ടില്ല. കാരണം അവർക്ക് ഒരു വർക്ക് നമ്മൾ ചെയ്താണ് പഠിക്കുന്നതെല്ലാം ചെയ്ത് അപ്പം അവർക്കത് ചെയ്യേണ്ട ഒരു ഫെസിലിറ്റി ഇവിടെ ആരും കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളിവിടെ അതിനുള്ളൊരു സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? അത് ചെയ്യുന്നുണ്ട്. നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ, അതായത് മ്യൂസിക് പ്രൊഡക്ഷൻ, മ്യൂസിക് കമ്പോസിങ് ആരും ഇങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് തന്നെ രവി ബസ്റൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ KGFന്റെ മ്യൂസിക് പ്രൊഡ്യൂസറൊക്കെയാണ് അങ്ങനെ ഒരു കമ്പോസിഷൻ പഠിപ്പിക്കുന്ന രീതിയിൽ. അപ്പം ഞാൻ എൻ്റെ ഫീൽഡ് കമ്പോസിഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് അപ്കമിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു ബേസിക് ആൻഡ് ഫണ്ടമെന്റൽസ് മ്യൂസിക് കമ്പോസിങ് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിനൊരു ഐഡിയ, കാരണം ആൾക്കാർ കുറച്ചുകൂടെ മ്യൂസിക്കലി ഫോക്കസ്ഡ് ആണ്. KGF കാണുമ്പോഴും ഇപ്പോൾ ഉള്ള ജനറേഷൻ എല്ലാം നമ്മളൊരു സിനിമ കണ്ടിട്ട് വരുമ്പോൾ ആദ്യം പറയും നടൻ സൂപ്പറായിരുന്നു ഒരു കാലഘട്ടം വരെ, അത് കഴിഞ്ഞിട്ട് സംവിധായകൻ്റെ പേര് പറഞ്ഞു, അത് കഴിഞ്ഞ ശേഷം ഓരോന്നായിട്ട് ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പം ശബ്ദം നമ്മൾ പറയും എത്രത്തോളം നമ്മൾ ക്യാമറയ്ക്കോ ലൈറ്റിങ്ങിനോ ഒക്കെ പ്രാധാന്യമുണ്ടോ അതുപോലെ പ്രാധാന്യം സൗണ്ടിനുമുണ്ട്. ഒരു ചില സിനിമകൾ വിജയിക്കുന്നത് വരെ ഈ സൗണ്ടിലാണ്. അതെ, ഉറപ്പായിട്ടും. KGF കാണുമ്പോൾ ഇതാരാണ്, അപ്പൊ ഡിസൈനേഴ്സിനൊക്കെ കൂടുതൽ വാല്യൂ വന്നു തുടങ്ങി. ആരാണ് ഇത് സൗണ്ട് ഡിസൈൻ ചെയ്തത്, ആരാണ് പുള്ളിയുടെ അസിസ്റ്റന്റ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ DB അറ്റ്മോസ് ഇതെങ്ങനെ കാണുന്നു? ഇതിനെ DB അറ്റ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി DB എന്ന് പറയുന്നത് തന്നെ സൗണ്ടിന്റെ യൂണിറ്റ് ആണ് DB എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് ഞങ്ങൾ പേര് തന്നെ തുടങ്ങിയത്, DB അറ്റ്മോസ്, സൗണ്ടിന്റെ തന്നെയാണ് എല്ലാം എന്നുള്ള രീതിയിൽ. ഈ പുറമേ നിന്ന് വരുന്ന ഒരാൾ ഇപ്പം പഠിക്കണം, എനിക്ക് വർക്കും ചെയ്യണം പഠിക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ DB അറ്റ്മോസ് അതിനോട് സംവിധാനം ചെയ്ത് കൊടുക്കും? ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കും. മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, പണ്ടും അങ്ങനെയാണ്, പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ആൾക്കാർ മ്യൂസിക്കിലോട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു ഫെസിലിറ്റി കറക്റ്റായിട്ട് നമ്മളെ ഒരു ഇൻഡസ്ട്രി കൊടുക്കുന്നില്ല. ഇപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലും കൊച്ചിയിലൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര പൈസയാണ്. നമുക്ക് ഇപ്പം നോർമലായിട്ടൊരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ താഴ്ന്നൊരു ഫാമിലിക്ക് അങ്ങനെ പൈസ മുടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ മാക്സിമം ബഡ്ജറ്റ് കുറച്ച് ആൾക്കാർ പഠിക്കട്ടെ, പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയുള്ളൂ അത് അയാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല. അതായത് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കാം. പഠിച്ചാൽ നമുക്ക് ജോലി സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് അല്ലേ? ഉറപ്പായിട്ടും. ഈ സിനിമയെല്ലാം ഇപ്പോൾ കൊച്ചി ബേസ് ചെയ്താണ്. ട്രിവാൻഡ്രത്ത് വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഈ വർക്ക് എല്ലാം പോകുന്നത് കൊച്ചിയിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പം ഞാൻ കുറച്ചു കാലം കൊച്ചിയിലുണ്ടായിരുന്നു, ഓഡിയോജീൻ എന്ന് പറഞ്ഞ ശിവചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിയോജീൻ അത്യാവശ്യം വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നൊരു സ്റ്റുഡിയോ. അപ്പം ഞാൻ അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നപ്പം ആക്ച്വലി ട്രിവാൻഡ്രത്ത് നമ്മളെ തൈക്കാടും അവിടെ നിന്നൊക്കെ എഞ്ചിനീയേഴ്സ് അങ്ങോട്ട് പോകും, ഒരു മിക്സ് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങോട്ട് പോകും. കാരണം അതിനുള്ള ഒരു കറക്റ്റ് ഫെസിലിറ്റിയോ ഇതൊന്നും ഇവിടെ ഭയങ്കര കുറവാണ്. അറ്റ്മോസ് ഇവിടെ ഒന്നും ഇല്ല ആക്ച്വലി. അപ്പോൾ അറ്റ്മോസ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു ഫെസിലിറ്റി കറക്റ്റായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടി ഇവിടെ നിൽക്കും എന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോഴും ആക്ച്വലി നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പം 1 മാസമേ ആയുള്ളൂ. പിന്നെ പഠിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മൾ നോർമലായിട്ട് ഇപ്പം മ്യൂസിക് കേൾക്കാൻ താല്പര്യമുണ്ട് അവർക്ക് നമ്മളെ വിളിക്കാം. നമ്മൾ ആ ടൈം ഫ്രീ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവരെ എൻഗേജ് ചെയ്യും. കാരണം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യണം, ഡോൾബി അറ്റ്മോസ് എന്താണെന്ന് അറിയണം. ഈ സംവിധായകന്മാര് അത്തരത്തിലുള്ള ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങി കുറച്ച് പേരൊക്കെ ഇങ്ങ് വരുന്നുണ്ട്. ഇപ്പൊ ചെന്നൈയിൽ നിന്നായാലും കുറച്ച് എഞ്ചിനീയേഴ്സ് ഒക്കെ ഇവിടെ വന്ന് കണ്ടായിരുന്നു, ഫിലിമിൽ നിൽക്കുന്ന എഞ്ചിനീയേഴ്സ്. അവർക്ക് ഭയങ്കരമായിട്ട് സൗണ്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഈ ആംബിയൻസ് ഇതാരാ ഡിസൈൻ ചെയ്തത്? ഞാൻ തന്നെ.
അപ്പോൾ സകല കലാവല്ലഭൻ വേണമെങ്കിൽ പറയാല്ലേ, ഇന്റീരിയറൊക്കെ വേണമെങ്കിൽ ഇന്റീരിയർ ഡിസൈനും ഇതെല്ലാം എൻ്റെ കൂടെ ഒപ്പം ഉണ്ട്. ശരിക്കും ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വേണം. അപ്പോൾ ആ കലാകാരൻ്റെ കലാവിരുതുകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. DB അറ്റ്മോസ് സൗണ്ടിൽ മാത്രമല്ല, അത്യാവശ്യം ഒരു ഇന്റീരിയറിൻ്റെ. അതെ, എനിക്ക് ഇന്റീരിയർ ഡിസൈൻ ഭയങ്കര താല്പര്യമുണ്ട്. എൻ്റെ വീടും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസ് സ്പേസ് ഒക്കെ ഞാൻ തന്നെ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അത് ബഡ്ജറ്റൊന്നും ഇല്ല, ജസ്റ്റ് ചെയ്തു കൊടുക്കുന്നത്. ആഗ്രഹം കൊണ്ട്. ഇപ്പോൾ സൗണ്ട് പഠിക്കാൻ പറഞ്ഞവർക്ക് ഇത് വേണമെങ്കിലും എന്തൊക്കെ സ്റ്റുഡിയോയ്ക്കകത്ത് വേണം. അതെ, സൗണ്ട് ഡിസൈനിങ്ങും സൗണ്ട് ഡിസൈനിങ് അല്ല, സൗണ്ട് സ്റ്റുഡിയോ ഡിസൈൻ ചെയ്യുന്നതായാലും അക്കോസ്റ്റിക്സ് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ വേണം, മെറ്റീരിയൽ എന്ത് വേണം, എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ റൂം മോഡ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അതെല്ലാം നമ്മൾ അതുമാത്രമല്ല, നമ്മളൊരു സ്റ്റുഡിയോയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ ക്യാം ആയിരിക്കണം. അതെ, ഒരു ശാന്തത പറഞ്ഞത് ശാന്തത വേണം, എങ്കിലേ ഈ ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യാൻ പറ്റത്തുള്ളൂ.